ഒരു ബോംബ്, അത് രാഹുൽ ഗാന്ധിന്റെ ആറ്റം ബോംബും വി ഡി സതീശന്റെ ബോംബും നമ്മളെല്ലാം ഒരു ലെവലിൽ കണ്ടാൽ മതി. അത് പടക്കമല്ല, ഒരു ഡാം സ്ക്വിബ്, ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവരുടെ ഒരു സ്ട്രാറ്റജി. ഓക്കെ, ചെയ്യട്ടെ. അതിനെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഇന്നലെ സംസാരിച്ചു. അതാണ് അതിന്റെ ലാസ്റ്റ് വേർഡ്. ശബരിമലയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, മുമ്പോട്ട് വെച്ചു. അതിന്റെ ഒരു റെസ്പോൺസാണ് ഇന്ന് ഞാനും രാജേട്ടനും ഇന്ന് അതിനെക്കുറിച്ച് പറയാൻ പോകുന്നതും സംസാരിക്കാൻ പോകുന്നതും. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരന് ഒന്നും അറിയില്ല, കേരളത്തിനെ കുറിച്ചൊന്നും അറിയില്ല. ഞാനിപ്പോ രാഷ്ട്രീയ വിദ്വാനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കുറച്ചൊരു സാമാന്യ ബുദ്ധിയുണ്ട്, കുറച്ച് കോമൺ സെൻസ് ഉണ്ട്, അധ്വാനിക്കുന്ന ഒരാളാണ്, കേരള ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ്, ഹിന്ദു വിശ്വാസിയാണ്. ശബരിമലയിൽ 18 തവണ 18 പടി കയറി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ശബരിമലയെ കുറിച്ചും മറ്റേ 2-3 കാര്യങ്ങളെ കുറിച്ച് എനിക്ക് കുറച്ച് ഒരു നോളജ് ഉണ്ടെന്ന് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രിന്റെ പോലെ ഒരു വിദ്വാൻ ആവാൻ എനിക്കൊരു താല്പര്യമില്ല. കാൾ മാർക്സും ദാസ് ക്യാപിറ്റലും വായിച്ച് പഠിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് വിദ്വാനാവാൻ എനിക്കൊരു ആഗ്രഹമില്ല. പക്ഷേ വികസനം, വികസിത കേരളം, നമ്മുടെ ഒരു പുതിയൊരു ഭാവി സൃഷ്ടിക്കാൻ ഒരു കാഴ്ചപ്പാടും അതെല്ലാം എന്റെ അടുത്ത് കൃത്യമായിട്ടുണ്ടെന്ന് ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 5 ഇഷ്യൂസ് മുമ്പോട്ട് വെച്ചു. അത് പറഞ്ഞത് അയ്യപ്പ സംഗമം 8 സെപ്റ്റംബർ വരാൻ പോകുന്ന അയ്യപ്പ സംഗമത്തിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യം അദ്ദേഹം പറഞ്ഞു, ഇതൊരു റെസ്പോൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ. ഞങ്ങള് പാർട്ടിയും ഞാൻ ഒരു 4 ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടു. ഒരു ഞങ്ങളുടെ അഭിപ്രായം, ഈ സ്റ്റാലിൻ വരാൻ പോകുന്ന ഒരു ന്യൂസ് കേട്ടപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ കൃത്യമായിട്ട് മുമ്പോട്ട് വെച്ചപ്പോൾ ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 5 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം അദ്ദേഹം പറഞ്ഞത്, ഇത് രാഷ്ട്രീയമായിട്ട് കാണരുത്. ഇത് ആരെ വിഡ്ഢിയാക്കാനാണ് അദ്ദേഹം പറഞ്ഞത്? ഇത് രാഷ്ട്രീയമല്ലെങ്കിൽ എന്താണ്? ഇത് രാഷ്ട്രീയമല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ ചെന്നൈ പോകേണ്ടത്? പിന്നെ എന്തിനാണ് സ്റ്റാലിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്? സ്റ്റാലിൻ എപ്പോഴാണ് അയ്യപ്പൻ ഭക്തനായത്? ഇത് രാഷ്ട്രീയമാണ്. ഇത് രാഷ്ട്രീയമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. 4 മാസം ഇലക്ഷന് മുമ്പ് ഇത് രാഷ്ട്രീയ നാടകമാണെന്ന് ഞാൻ കൃത്യമായി പറയുന്നു. രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞു, സർക്കാർ പരിപാടിയല്ല, ദേവസ്വം പരിപാടിയാണ്. ഞങ്ങൾ ഈ പരിപാടിന്റെ എതിരെ ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യപ്പ സംഗമം ദേവസ്വം അത് നടത്തുകയാണെങ്കിൽ നടക്കട്ടെ. 10 കൊല്ലം ഈ ദേവസ്വം ഭക്തന്മാർക്ക് ശബരിമലയിൽ ഒരു അടിസ്ഥാന സൌകര്യം ചെയ്യാത്തൊരു ദേവസ്വം, ഭക്തന്മാർക്ക് ഒരു സർവീസോ ഒരു ഗുണവും ചെയ്യാത്തൊരു ദേവസ്വം ഇന്ന് ഇലക്ഷന് മുമ്പ് 4 മാസം മുമ്പ് ഒരു അയ്യപ്പൻ സംഘം നടപ്പിലാക്കണമെങ്കിൽ ചെയ്യട്ടെ. അതിനെക്കുറിച്ച് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത്, ആ അയ്യപ്പ സംഗമം അയ്യപ്പ ഭക്തന്മാർ വരുന്ന സ്ഥലത്ത് ഹിന്ദുവിന്റെ എതിരെ ഹിന്ദു വൈറസാണെന്ന് പറഞ്ഞ DMK സ്റ്റാലിനും അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ച CPM മുഖ്യമന്ത്രി അവിടെ പോവാൻ പാടില്ല. കാരണം അതൊരു അപമാനമാണ് എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. അപ്പൊ സർക്കാർ പരിപാടി അല്ലെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഇന്നലെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? മുഖ്യമന്ത്രി ദേവസ്വം ബോർഡ് ചെയർമാനാണോ? അപ്പൊ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ പ്രസ് കോൺഫറൻസ് നടത്തേണ്ടത്? ഇത് രാഷ്ട്രീയം ഇതിലുണ്ട്. ഇത് സർക്കാർ പരിപാടിയാണ്. ഇതിൽ ആർക്കും ഒരു സംശയവും ഇല്ല. മുഖ്യമന്ത്രി ഇതിനെ
വെറുതെ ഒരു വേറെ ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ മനഃപൂർവ്വം ജനങ്ങളെ വെഡ്ഡിയാക്കാൻ നോക്കരുത്. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ആരാധനയുടെ ഭാഗമാണെന്ന്. ഞാൻ എല്ലാ ബഹുമാനത്തോടും പറയുന്നത്, മുഖ്യമന്ത്രി ഒരു ദൈവവിശ്വാസിയല്ല. മുഖ്യമന്ത്രി ഒരു നാസ്തികനാണ്. അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്, ഞങ്ങളുടെ പാർട്ടിയിൽ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, അതിൽ 99% വിശ്വാസികളാണ്. അപ്പോ ഞാൻ 18 തവണ ശബരിമല പോകുന്ന ഒരു വിശ്വാസി പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല. ഒരു നാസ്തികനായ ഒരു CPM മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആരാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്? ആരാണ് ഇതിനെക്കുറിച്ച് ശരിക്കും സംസാരിക്കുന്നത്? ഇത് ആരാധന ഭാഗമാണെങ്കിൽ, അയ്യപ്പ ഭക്തന്മാർക്ക് അവരുടെ വിശ്വാസം ബഹുമാനിക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ സ്റ്റാലിനെയും DMKയും വിളിക്കരുത്. ഭക്തന്മാര് ഞങ്ങളാണ്. ഞങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് കേൾക്കുക, ഞങ്ങളുടെ സെൻസിറ്റിവിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കുക. ഒരു വിശ്വാസി അല്ലാത്ത മുഖ്യമന്ത്രിയാണോ ഈ പ്രോഗ്രാം നടത്തേണ്ടത്? അല്ല, ഇതും മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ, എന്റെ ഭാഷ മനസ്സിലാവുന്നില്ലെങ്കിൽ, എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ നാട്ടിലെ മുസ്ലിം സമുദായത്തിന്റെ എതിരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു നേതാവ് എന്തെങ്കിലും പറഞ്ഞാൽ മുഖ്യമന്ത്രി ഒരു മുസ്ലിം വിശ്വാസിന്റെ പ്രോഗ്രാമിൽ അവരെ ഇൻവൈറ്റ് ചെയ്യോ? അതൊരു ചോദ്യമല്ലേ? ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ? അതിന്റെ മറുപടി മുഖ്യമന്ത്രി തരട്ടെ. അപ്പൊ വിശ്വാസികൾ ഇത് പറയുമ്പോൾ ഞങ്ങൾ ഇതെല്ലാം അപമാനം കണ്ട് എത്രയോ ആയിരക്കണക്കിന് വിശ്വാസികളെ കേസും ജയിലിൽ ഇട്ട് പോലീസ് വയലൻസ് സഹിച്ച വിശ്വാസികളെ കുറിച്ച് നമ്മൾ മറന്നിട്ടുണ്ടോ? ഞങ്ങൾ മറന്നിട്ടില്ല. മുഖ്യമന്ത്രി മറന്നിട്ടുണ്ടോ എന്നറിയില്ല. അത് മറക്കാൻ സമ്മതിക്കില്ല. അപ്പൊ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഈ ശ്രമം നടത്തരുതെന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. രാഷ്ട്രീയമാണെങ്കിൽ പറയണം, ഞങ്ങൾ രാഷ്ട്രീയം ഹിന്ദു വോട്ട് ബാങ്ക് തേടാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോ ഞങ്ങൾക്ക് മറ്റേ വോട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോ അതിനു വേണ്ടി ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നു. പറയട്ടെ. പിന്നെ മുഖ്യമന്ത്രി വേറൊരു കാര്യം പറഞ്ഞ് വിരട്ടരുതെന്ന്. ആ രാഷ്ട്രീയം ഞങ്ങളല്ല ചെയ്യരുത്. ഇത് CPMന്റെ രാഷ്ട്രീയമാണ്. ഈ ഭീഷണിപ്പെടുത്തുക, പേടിപ്പിക്കുക, ത്രെട്ടൻ ചെയ്യുക, വിരട്ടന്റെ രാഷ്ട്രീയം ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ കാഴ്ചപ്പാടും ഞങ്ങളുടെ ഒരു വ്യൂസ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. വേറെ ഒന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. സ്റ്റാലിൻ വരാൻ പാടില്ല എന്ന് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന, ഞങ്ങളുടെ ഒരു ആഗ്രഹം. കാരണം കൃത്യമാണ്, ഇദ്ദേഹം സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും DMK പാർട്ടി ഹിന്ദുവിന്റെ എതിരെ എത്രയോ കാര്യങ്ങൾ പറഞ്ഞതല്ലേ. അപ്പൊ എന്തിനാണ് അവര് അയ്യപ്പ ഭക്തന്മാരുടെ ഒരു അയ്യപ്പ സംഘത്തിന് വിളിക്കുന്നത് ചീഫ് ഗസ്റ്റ് ആയിട്ട്? അവിടുത്തെ ഒരു സെക്രട്ടറിനെ വിളിച്ചാൽ പോരെ? അവിടുത്തെ ഒരു ബ്യൂറോക്രാറ്റിനെ വിളിച്ചാൽ പോരെ? ഇതെല്ലാം ഒരു ഇന്ത്യ മുന്നണിന്റെ രാഷ്ട്രീയം. പിന്നെ അവസാനം രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിനെ കുറിച്ചൊന്നും അറിയില്ല. ഓക്കെ, സമ്മതിച്ചു. ഞാൻ പിണറായി വിജയൻ പോലെ ഒരു വിദ്വാനല്ല, സമ്മതിച്ചു. പക്ഷെ അങ്ങനത്തെ ഒരു വിദ്വാനാവാൻ എനിക്കൊരു ആഗ്രഹമില്ല. കാരണം പിണറായി വിജയൻ 5.5 ലക്ഷം കോടി കടം ജനങ്ങളെ തലയിൽ വെച്ച് സൃഷ്ടിച്ചൊരു മുഖ്യമന്ത്രിയല്ലേ? രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ സൃഷ്ടിച്ചൊരു മുഖ്യമന്ത്രിയല്ലേ? വിദ്വാനാണല്ലോ. വിലക്കയറ്റം ഏറ്റവും കൂടുതൽ രാജ്യത്തിൽ എവിടെ? നമ്മുടെ സംസ്ഥാനത്തിലല്ലേ? ഇതെല്ലാം ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം വിശ്വാസിയല്ല, ദേവവിശ്വാസിയല്ല, എന്നിട്ടും ശബരിമലയെ കുറിച്ച്
18 തവണ പോയ ഒരു ശബരിമല ഭക്തൻ ഇനി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാർ. അപ്പോ ഞാൻ ദാസ് ക്യാപിറ്റലിന്റെ വിദ്വാനാവാൻ എനിക്കൊരു ആഗ്രഹമില്ല, താല്പര്യമില്ല എന്ന് കൃത്യമായിട്ട് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുന്നു. പക്ഷേ ഞാനൊരു വിശ്വാസിയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയോ ആയിരക്കണക്കിന് വിശ്വാസികളുണ്ട്. ഈ സംസ്ഥാനത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് വിശ്വാസികളുണ്ട്. അവരുടെ പേരിൽ ഞങ്ങൾ ഇത് പറയുമ്പോൾ ഇതിനെ കുറച്ചൊരു റെസ്പെക്ട് കൊണ്ട് കാണുക. ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊന്ന് പഠിച്ച് ചെയ്യുക. ഇതിന് മുമ്പ് ചെയ്ത അപമാനങ്ങൾ ഇനിയും ചെയ്യരുത് എന്നാണ് ഞങ്ങളൊരു അഭ്യർത്ഥന. ഇത് പറഞ്ഞ് ഞാൻ വാക്ക് ചുരുക്കുന്നു. ഇനി രാജേട്ടൻ സംസാരിക്കും. താങ്ക് യു. ഈ പമ്പയിൽ നടക്കാൻ പോകുന്ന അയ്യപ്പ സംഗമം സർക്കാരിന്റെ കപടമുഖത്തെയാണ് അനാവരണം ചെയ്യുന്നത്. ശബരിമല ക്ഷേത്രത്തിന് വേണ്ടി, അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല എന്ന പച്ചയായ പരമാർത്ഥം എല്ലാ അയ്യപ്പന്മാരിലും വേദന ഉളവാക്കുന്നതാണ്. അവിടെ എത്തുന്ന അയ്യപ്പന്മാർ വെള്ളം കിട്ടാതെ, കിടക്കാൻ നിവൃത്തിയില്ലാതെ, തള്ളലിലും തിക്കിലും തിരക്കിലും പെട്ട് വളരെയേറെ കഷ്ടനഷ്ടങ്ങൾ സഹിക്കുമ്പോൾ അതേക്കുറിച്ചൊന്നും പറയാനോ സംസാരിക്കാനോ പരിഹരിക്കാനോ സർക്കാർ മുതിരാതെയാണ് ഇപ്പോൾ ഒരു അയ്യപ്പ സംഗമത്തിന് മുതിരുന്നത്. അവിടുത്തെ വികസന കാര്യങ്ങളെക്കുറിച്ച് എത്രയോ കമ്മിറ്റി റിപ്പോർട്ടുകളുണ്ട്, കമ്മീഷനുകളുണ്ട്. അതിനെക്കുറിച്ചൊന്നുമല്ല ഇവിടെ ചർച്ച. ഇവിടെ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന വൈകാരികമായ ഒരു വിഷയത്തെ ഉയർത്തിപ്പിടിച്ച് വോട്ട് തട്ടിപ്പ് നടത്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും അധികാരത്തിലേക്ക് വരണം എന്ന ദുഷ്ടലാക്കാണ് ഇതിന്റെ പിന്നിലുള്ളത്. വളരെ വ്യക്തമാണ്. ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് അനുസരിച്ചാണ് ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. അതൊരു സ്വതന്ത്ര പരമാധികാര സ്ഥാപനമാണ്. അതിൽ യാതൊരു ഇടപെടലുകൾക്കും സാധ്യതയില്ല. നിയമപരമായി അത് ശരിയുമല്ല. പക്ഷെ സർക്കാർ ഇവിടെ ഇടപെടുകയാണ്. എല്ലാം മന്ത്രിയാണ് ചെയ്യുന്നത്. ഇനി മന്ത്രി നാളെ പറയാണ് ശബരിമല ക്ഷേത്രത്തിൽ കൊടിയേറ്റം അത് ഇന്ന തീയതി മതി, നാളെ നട തുറക്കുന്നത് ഒരു രാവിലെ ഒരു 7 മണിക്ക് മതി എന്ന് പറയാൻ തുടങ്ങിയാൽ ഇനി എന്ത് ചെയ്യും? അയ്യപ്പ സംഘമാണ്, അയ്യപ്പന്മാരെയാണ് വിളിച്ചു കൂട്ടുന്നത്. സാധാരണ ഒരു അവലോകന യോഗം നടക്കാറുണ്ട്. അത് ഉദ്യോഗസ്ഥന്മാരുടെ യോഗമാണ്. കാരണം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെ കുറിച്ചാണ്. സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പറ്റിയല്ല ഇവിടുത്തെ പ്രശ്നം. അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് അയ്യപ്പ ഭക്തന്മാരുടെ സമ്മേളനമാണ്. അത് അയ്യപ്പ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ഒരു മതേതര സർക്കാരിന് അത് നടത്താനുള്ള അധികാരമില്ല. മന്ത്രി എന്ന് പറയുന്നത് MLA വിജയിച്ചു വന്നത് അത് നടത്താനുള്ള മാൻഡേറ്റ് ജനങ്ങൾ കൊടുത്തിട്ടില്ല, മന്ത്രിക്ക് കൊടുത്തിട്ടില്ല. ഒരു മതേതര സർക്കാരിന് ഇതിന്റെ ഭരണം നടത്താനാണ് ആ മന്ത്രിക്ക് അധികാരമുള്ളൂ. പണ്ടുകാലത്തും ദേവസ്വം മന്ത്രിമാരാരും ആ ക്ഷേത്രത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴെന്തിനാണ് ഇടപെടുന്നത്? മന്ത്രി തമിഴ്നാട്ടിൽ പോയി ക്ഷണിക്കുന്നു, പത്രസമ്മേളനം നടത്തി അയ്യപ്പ ഭക്ത സംഗമത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. അപ്പോൾ അതൊരു ഇടപെടലാണ്. ശബരിമല ക്ഷേത്രത്തിന്റെ ഭരണ നിർവഹണ കാര്യത്തിൽ ഒരു മതേതര സർക്കാരിന്റെ ഇടപെടലാണ്. അത് ശരിയല്ല. അത് ഹൈന്ദവ സമൂഹത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ലംഘനമാണ്, ഒരു കടന്നുകയറ്റമാണ്. അവരുടെ മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ഒരു ക്ഷേത്രത്തിന്റെ ദൈനംദിന സ്വതന്ത്ര ഭരണ നിർവഹണത്തിൽ മതേതര സർക്കാർ ഇടപെടുകയാണ്. ഇതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡിനെ നോക്കുകുത്തിയാക്കി മാറ്റി ശബരിമല ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങളിലേക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് കൈയടക്കി അത് സ്വന്തം സ്ഥാപനമാക്കി, സർക്കാരിന്റെ സ്ഥാപനമാക്കി മാറ്റാൻ പോവുകയാണ്. ഇതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് ആരാധനയുടെ ഭാഗമാണെന്ന് പറയും. ആരാധനയുടെ ഭാഗമായിട്ട് നടത്തേണ്ടത് സർക്കാരാണ്. അവിടെ മന്ത്രിക്ക് എന്ത് സ്ഥാനം? ആരാധനയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് തന്ത്രിമുഖ്യനുണ്ട്, പന്തളം കൊട്ടാരമുണ്ട്, അല്ലെങ്കിൽ ഭക്തജന സംഘടനകളുണ്ട്, നിരവധി ആൾക്കാരുണ്ട്, ഗുരുസ്വാമിമാരുണ്ട്.
എത്രയോ ആരാധനയുമായി, വിശ്വാസവുമായി, ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അതിനെല്ലാം മറികടന്ന് അതുമായിട്ടൊന്നും സ്പർശിക്കാതെ ഇവിടെ ഏകപക്ഷീയമായി ഒരു അയ്യപ്പ സംഗമം നടത്തുകയാണ് അവർ. ഇനി വികസനത്തിന് വേണ്ടി കുറെ പണം കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണെങ്കിൽ അതിനൊക്കെ അവിടെ ക്രമീകരണ പ്രവർത്തനങ്ങളുണ്ട്, വികസന പദ്ധതികൾ ധാരാളമുണ്ട്. എന്താ നടപ്പാക്കാത്തത്? എന്താ പദ്ധതി ഇല്ലാഞ്ഞിട്ടാണോ? നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് അവിടെ വ്യവസ്ഥയില്ലാഞ്ഞിട്ടാണോ? എക്കോ സ്മാർട്ട് പദ്ധതി അവിടെയുണ്ട്. അതുപോലെ തന്നെ ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയിരിക്കുന്ന ജസ്റ്റിസ് ചന്ദ്രശേഖരൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമാണ്. അതങ്ങ് ചെയ്താൽ പോരെ? അതൊന്നും ചെയ്യുന്നില്ലല്ലോ. ചെയ്യാതെ ഇത് ഇങ്ങനെയാണോ ഇപ്പോൾ തട്ടിക്കൂട്ടി ഒരു വലിയ സമ്മേളനം, ഒരു സംഗമം നടത്തുന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ട്. അതിനാണ് ചോദ്യം ചെയ്യുന്നത്. അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കേന്ദ്ര സർക്കാർ 300 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ചെലവാക്കുന്നുമില്ല, പാഴാക്കി കളയുന്നു, ലാപ്സാക്കി കളയുന്നു. അവിടെ പണമില്ലാത്ത പ്രശ്നമില്ല, അവിടെ വികസന പദ്ധതി ഇല്ല, അങ്ങനെ പ്രശ്നമില്ല. വികസന പദ്ധതിയുണ്ട്, പണവുമുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അയ്യപ്പന്മാർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കില്ല. അവിടെ കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ആഹാരം കിട്ടാതെ, കയറിക്കിടക്കാൻ ഒരു വിരിവെക്കാൻ ഒരു സൗകര്യമില്ലാതെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന അയ്യപ്പ ഭക്തന്മാർ തള്ളിലും തിക്കിലും പെരക്കിലും പെട്ട് കഷ്ടപ്പെടുന്ന അവരുടെ ദുഃഖ സത്യങ്ങൾ, വേദനകൾ, ദുരിതങ്ങൾ, അതിനൊന്നും ആൻസർ ചെയ്യാൻ ഇതേവരെ കഴിയുന്നില്ല. ഇവർക്കാർക്കും കഴിയുന്നില്ല. എത്രയോ വർഷക്കാലം, 10 വർഷമായി ഇപ്പൊ ഭരിക്കുന്നു. എന്താണ് ശബരിമലയ്ക്ക് വേണ്ടി ചെയ്തത്? ഈ പണമൊക്കെ ലാപ്സാക്കി കളയല്ലാതെ എന്ത് ചെയ്തു? ഒരു ലാട്രിനെങ്കിലും കൂടുതലായിട്ട് പണിത് കൊടുത്തു, അല്ലെങ്കിൽ ഒരു 2 വാട്ടർ ടാപ്പെങ്കിലും കൂടുതൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇനി ശബരിമല ആചാര സംരക്ഷണത്തിന് വേണ്ടിയാണ് നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആരാധനയുടെ ഭാഗമായിട്ട് നടത്തുന്നതെങ്കിൽ, ഇവിടെ ആരാധനയും ആചാരവും സംരക്ഷിക്കാൻ വേണ്ടി ഐതിഹാസികമായ ഒരു വലിയ ഭക്തജന പ്രക്ഷോഭം നടന്നിട്ടുണ്ട്. അതിന്റെ മുന്നിൽ ഈ സർക്കാർ മുട്ടുകുത്തിയതാണ്. അതേക്കുറിച്ച് എന്ത് പറയുന്നു? അന്ന് സർക്കാർ എടുത്തൊരു നിലപാടുണ്ട്, വളരെ ശക്തമായ നിലപാട്. ഇവിടെ ലിംഗനീതിയെക്കുറിച്ചും ലിംഗസമത്വത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ധ്വംസിക്കാം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്. അതിനെക്കുറിച്ച് സുപ്രീം കോടതിയിൽ ഇപ്പോഴും സത്യവാങ്മൂലമുണ്ട്. സത്യവാങ്മൂലം ഇതവരെ തിരുത്തിയിട്ടില്ല, പിൻവലിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് അയ്യപ്പ ഭക്തന്മാരെ വിളിച്ചുകൂട്ടാൻ എന്ത് ധാർമ്മികമായ അവകാശം? ഈ ധാർമ്മികതയാണ് ചോദ്യം ചെയ്യുന്നത്. അവർക്ക് ധാർമ്മികമായ അവകാശമില്ല എന്നാണ് പറയുന്നത്. ഇത്രയധികം, അതും പമ്പയിൽ വെച്ചാണ് നടക്കുന്നത്. പമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ഗണപതി ക്ഷേത്രത്തിന്റെ മുന്നിൽ ഗണപതി മിത്താണെന്ന് പറഞ്ഞ ആൾക്കാർ ഒരുമിച്ച് ഒരു വലിയൊരു സമ്മേളനം നടത്തുകയാണ്. അവിടെയാണ് തന്ത്രിമുഖ്യൻ മഹേശ്വരർ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെ അറസ്റ്റ് ചെയ്തു. അവിടെ ആ സഹധർമ്മിണിയുടെ അല്ലെ തന്ത്രി കുടുംബത്തിൽപ്പെട്ടവരെയൊക്കെ അറസ്റ്റ് ചെയ്തു. അവരുടെ കണ്ണുനീർത്തുള്ളികൾ വീണ് നനഞ്ഞ മണ്ണാണ് പമ്പയിലേത്. അവർക്കെതിരെ കേസാണ് ഇപ്പോഴും. ഈ ആചാരവും ആരാധനയും പറയുന്ന മുഖ്യമന്ത്രി എന്താ ഈ തന്ത്രി കുടുംബത്തിനെതിരെ എടുത്ത നടപടിയെക്കുറിച്ച് എന്താ പറയാ? അറസ്റ്റ് ചെയ്ത് പിണറായിയുടെ പോലീസാണ്. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ തമസ്കരിച്ചിട്ട് ഇതൊക്കെ നമുക്ക് മറന്നുകളയാം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു അയ്യപ്പ സംഘമായിട്ട് വന്നാൽ അങ്ങനെ ചെയ്ത തെറ്റിനെ വെള്ളപൂശാനൊന്നും ആരും തയ്യാറായില്ല. തെറ്റ് തന്നെയാണ്. അതിന് ക്ഷമ പറയുക തന്നെ വേണം. അയ്യപ്പ ഭക്തന്മാരുടെ മുമ്പിൽ മാപ്പ് ചോദിക്കണം. ഈ കോടതി കയറി ഇറങ്ങി ഇപ്പൊ CAA-ക്കെതിരായിട്ട് നടന്ന ഒരു വലിയ പ്രക്ഷോഭമുണ്ടല്ലോ, ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്കെതിരെ ഫയൽ ചെയ്ത കേസുകളൊക്കെ പിൻവലിച്ചല്ലോ. എന്താ അയ്യപ്പന്മാർക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കാത്തതെന്താ? അപ്പോൾ ഇതിന്റെ അകത്തൊക്കെ ചില കള്ളക്കളികളുണ്ട്. അത് തുറന്നു കാണിക്കുക മാത്രമേ ഭാരതീയ ജനതാ പാർട്ടി ചെയ്യുന്നുള്ളൂ. ഇതിന്റെ അകത്ത് വേറെ ഒരു ഗൂഢോദ്ദേശവും ഇല്ല. സത്യമായിട്ട് ജനങ്ങൾ അറിയണം. അതിനെ മൂടിവെച്ച് അതിന്റെ മുന്നിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ നടത്തുന്ന ശ്രമം വിലപ്പോവില്ല എന്ന് മാത്രമേ പറയുന്നു. ഇവര് വരാൻ പാടില്ല എന്നല്ല അവർക്ക് ധാർമ്മികമായ അവകാശമില്ലെന്നാ പറയുന്നത്. ഇവർക്ക് ഈ രാഷ്ട്രീയക്കാർക്കില്ല, ധാർമ്മിക അവകാശമില്ല. അവരല്ലേ അതെല്ലാം ചെയ്തത്. പണ്ട് കാലത്ത് ശബരിമല ചെയ്തത് ആരാണ്? അവിടെ ദേവസ്വം ബോർഡല്ലല്ലോ ചെയ്തത്, ഇവരല്ലേ, മുഖ്യമന്ത്രിയല്ലേ. ഹിന്ദുക്കളുടെ എതിരെ സംസാരിച്ചത് സ്റ്റാലിൻ അല്ലേ, അവിടുത്തെ സെക്രട്ടറി അല്ലല്ലോ, അവിടുത്തെ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ അല്ലല്ലോ.
അപ്പോൾ ഞങ്ങൾ കൃത്യമായി പറഞ്ഞത് അവർക്ക് ഇവിടെ വരാൻ ഒരു അവകാശവുമില്ല. എന്തിനാണ് അവർ വരുന്നത്? എന്ത് കണ്ടിട്ടാണ് അവർ വരുന്നത്? എന്താണ് അവരുടെ ലക്ഷ്യം? അത് ചോദിക്കാൻ ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ്, ഞങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഞങ്ങൾ ഭക്തന്മാരുടെ എതിരെയല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അവരൊരു സെക്രട്ടറി ഇല്ല, അവിടെ ഗവൺമെന്റിന്റെ സെക്രട്ടറി ഇല്ലേ, ദേവസ്വം ബോർഡ് ചെയർമാൻ ഇല്ലേ? എന്തിനാണ് സ്റ്റാലിൻ ഒരു വശത്ത് സ്റ്റാലിൻ ഹിന്ദുക്കളുടെ എതിരെ പറയാ, എന്നിട്ട് അവിടുന്ന് ഭക്തന്മാർ വരുമ്പോ സ്റ്റാലിനാണ് ചീഫ് ഗസ്റ്റ് ആവേണ്ട ഇവിടെ? അല്ല, നിങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കൂ. ഇതില് ഒരു ലോജിക് ഉണ്ടോ? അതെ അതെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ പരിപാടി നടത്തുകയും ചെയ്തത് എല്ലാ കാലത്തും. അപ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിമാർ, മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ, ദേവസ്വം മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അത് തെറ്റെന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതെല്ലാം ഞങ്ങൾ രാമായണം പറഞ്ഞു കഴിഞ്ഞിട്ട് ആരാണ് ശ്രീരാമൻ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? ഇത് രാജേട്ടനും പറഞ്ഞു, ഞാനും പറഞ്ഞു. ഒരു ഉദയനിധി സ്റ്റാലിൻ ഹിന്ദു സമുദായത്തിന്റെ എതിരെ എന്തെല്ലാം പറഞ്ഞു ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യണോ? എന്നിട്ട് അവര് ബസ് ഓർഗനൈസ് ചെയ്തു, അതുകൊണ്ട് അവര് അയ്യപ്പ സംഘത്തിൽ വരുന്ന അതൊരു ലോജിക്കാണോ? അത് എന്താണ് അതിനൊരു ഉത്തരം? ഞാനും അങ്ങനെയൊന്നും പറഞ്ഞല്ല, ഞാൻ അതൊന്നും പറഞ്ഞല്ല. അവര് വരട്ടെ, അല്ലല്ല, അവര് വരട്ടെ, അവര് പങ്കെടുക്കണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങൾ എന്താ പറഞ്ഞത്? സ്റ്റാലിന്റെ പേരെടുത്തു, DMKന്റെ പേരെടുത്തു, CPMന്റെ പേരെടുത്തു, പിണറായി വിജയൻജിന്റെ പേരെടുത്തു. മറ്റൊരു പേരൊന്നും എടുത്തില്ലല്ലോ. ഞാൻ ഇതിനകത്ത് അല്ല ആ ചോദ്യം അല്ലല്ല, നാസ്തികളായ ആൾക്കാർ എനിക്കൊന്നും അറിയില്ല എന്ന് പറയാൻ പാടില്ല. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. എനിക്കറിയാലോ ഞാൻ എന്താ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരന് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാനത് പറഞ്ഞില്ല. ഞാൻ അത് അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കൃത്യമായി പറഞ്ഞു. അത് ഞാൻ പറയുന്നില്ല. ഇല്ല, ഞാൻ പറഞ്ഞില്ല. എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ല. ഞാൻ നോട്ട് എഴുതിയിട്ട് പറഞ്ഞു. എന്റെ പൊസിഷൻ ഇതിൽ കൃത്യമായിട്ട്, എന്റെ പൊസിഷൻ, BJPന്റെ പൊസിഷൻ ഇതിനെക്കുറിച്ച് ആദ്യത്തെ ദിവസം മുതൽ ഇന്ന് വരെ, ഇത് മനഃപൂർവ്വം ആരെങ്കിലും അതിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ നോക്കിയാൽ എനിക്ക് അതിനെപ്പറ്റി ഞാൻ അല്ല, അത് നിങ്ങളുടെ അഭിപ്രായമാണെങ്കിൽ നിങ്ങൾ ഓക്കെ. എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു. അത് നിങ്ങളുടെ അഭിപ്രായം എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞത് ഞാനൊരു വിശ്വാസിയാണ്. ശബരിമലയും അയ്യപ്പ ഭക്തന്മാരെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഈ ദൈവവിശ്വാസമില്ലാത്ത മുഖ്യമന്ത്രി എനിക്കൊന്നും അറിയില്ല എന്ന് പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇതിന്റെ അകത്ത് രണ്ട് രീതിയിൽ കേട്ടോ. ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഭയത്തിനാണോ ചെയ്യുന്നത്? ഇതിൽ എന്താണ് ഭയം? ഇത് പ്രിൻസിപ്പിൾ അല്ലേ? സ്റ്റാലിന്റെ എതിരെ ഞങ്ങൾ പറയുമ്പോൾ എന്ത് ഭയം? ഇതൊരു പ്രിൻസിപ്പിൾ അല്ലേ? ഇത് നടന്ന ഒരു കാര്യമല്ലേ? അല്ല, അയ്യപ്പൻ ഭക്തന്മാരെ ദ്രോഹിച്ചിട്ടില്ലേ ഇവിടെ? നമ്മൾ മറന്നോ? ഇതിന്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ആരാധനയുടെ ഭാഗമായിട്ടാണെന്ന് അവർ ആരാധനയുടെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞാൽ ഇത് വിശ്വാസത്തിന്റെ ആണ്. ഈ സംരക്ഷണം, ഈ സംഗമം വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. വിശ്വാസി അല്ലാത്തവരാണ് സംഘടിപ്പിക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞാൽ അത് റോഡിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കാനാണ്. അത് വിശ്വാസികൾ തന്നെ നടത്തിയതാണ്. അത് കേരള പയ്യയുടെ നേതൃത്വത്തിൽ അന്ന് AK ഗോപാലൻ, അന്ന് കമ്മ്യൂണിസ്റ്റ് അല്ല, അന്ന് അദ്ദേഹം വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു. വിശ്വാസികൾ നടത്തിയ സമരമാണ്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. ആറ്റുകാൽ ഞാൻ പറയാം ഇതിനെ രണ്ടും രണ്ടായിട്ട് കാണണം.
അവിടെ എത്തുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അത് പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഉണ്ട്. നല്ല റോഡ് ഉണ്ടാക്കി കൊടുക്കണം, ബസ് അനുവദിച്ചു കൊടുക്കണം, ഇതെല്ലാം കൊടുക്കണം, ഇതെല്ലാം ചെയ്തു കൊടുക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ ഇത് ആരാധനയുടെ ഭാഗമാണെന്ന് നമുക്കെന്ത് പറയും? അപ്പം ഇത് വിശ്വാസത്തിന്റേതായിട്ടൊരു പ്രശ്നമാണ്. അപ്പൊ വിശ്വാസത്തെ ധ്വംസിച്ച ആളാണ്. നിരവധി ആളുകൾ അതിന്റെ പീഡനം ഇപ്പോഴും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി കയറിയിരിക്കൊണ്ടിരിക്കുകയാണ്. തന്ത്രിമുഖ്യന്റെ സഹധർമ്മിണിയെ പോലും അറസ്റ്റ് ചെയ്തത് കാരണം എന്താണ്? അത് വിശ്വാസത്തെ ഖനിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇത് നടത്തുമ്പോൾ അതിനെ ചോദ്യം ചെയ്യും. അങ്ങനെ ഒരാൾ നടത്തുമ്പോൾ നിങ്ങളിൽ അതിൽ ആത്മാർത്ഥത ഇല്ല എന്ന് പറയേണ്ടി വരും. അതിന് നിങ്ങൾക്ക് ധാർമ്മികമായ ഇല്ല എന്ന് പറയേണ്ടി വരും. അതിൽ ധാർമ്മികത ഇല്ലെന്ന് പറയേണ്ടി വരും. അതേ പറയുന്നുള്ളൂ. അല്ലാതെ ഇപ്പൊ അയ്യപ്പ ഭക്തന്മാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കില്ലെന്നല്ല. പക്ഷെ സൗകര്യം ചെയ്തു കൊടുക്കാൻ നിർദ്ദേശിച്ച കമ്മീഷൻ റിപ്പോർട്ടുകൾ അവിടെ വെറുതെ കിടക്കുകയാണ്, ചവറ്റുകൊട്ടേ കിടക്കുകയാണ്. കേസ് പല കോടതികളും പറഞ്ഞിരിക്കുന്ന വിധികളിൽ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. എക്കോസ്മാർട്ട് പോലെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയ വികസന പദ്ധതികൾ ഒരു അവിടെ കിടക്കുകയാണ്. അപ്പൊ ഇതൊന്നും ചെയ്യാതെ ഇപ്പോൾ ഒരു അയ്യപ്പ ഭക്തസംഘം ആരാധനയുടെ ഭാഗമായിട്ട് നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് സംശയമുണ്ട്. അല്ലെന്ന് ഞാൻ അതെ ക്ഷണിച്ചല്ലോ, ആ ക്ഷണിച്ചതിന്റെ യുക്തിയാണ് ചോദ്യം ചെയ്യുന്നത്. അതെ, അല്ല വരട്ടെ, അത് അവര് അത് അംഗീകരിച്ചിട്ടില്ലല്ലോ. അല്ല പ്രശ്നം അല്ലെന്ന് അല്ല ഈ ആരാധനയുടെ ഭാഗമായി ഒരു മതേതര സർക്കാരിന് ഇത് നടത്താൻ ധാർമ്മികമായ എന്താ അവകാശം? അതെ ആ അല്ല, അതേ സംബന്ധിച്ച് നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കട്ടെ. കഴിഞ്ഞ പ്രക്ഷോഭകാലത്ത് എല്ലാവിധ സംരക്ഷണവും കൊടുത്ത് വേഷം മാറ്റി അവിടെ കൊണ്ടുപോയി തൊഴിയിച്ചല്ലോ. അത് തൊഴിയിച്ചതാരാണ്? അതും മുഖ്യമന്ത്രി തന്നെയല്ലേ. ആ മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുന്ന കത്തിന്റെ മറുപടി മുഖ്യമന്ത്രി പറയട്ടെ. അല്ല, ആ പരിപാടിയുടെ ധാർമ്മികത ചോദ്യം ചെയ്യുകയാണ്. അതിന് ഉത്തരം പറയട്ടെ. ഞാൻ പറയുന്നത് ഇപ്പൊ നാളെ മുഖ്യമന്ത്രി പറയുകയാണ്, അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി പറയുകയാണ്, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും മടി കാണിക്കുന്ന ഒരു മന്ത്രി പറയുകയാണ്, ദേവസ്വം മന്ത്രി പറയുകയാണ്, നാളെ ശബരിമലയിൽ ഉത്സവത്തിന് കൊടിയേറുന്ന സമയം ഇപ്പോൾ നിശ്ചയിച്ചതല്ല. ഇവിടെ തന്ത്രിയാണോ മന്ത്രിയാണോ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ആൾ അല്ല, ഞാൻ ചോദിക്കാം, എന്റെ ചോദ്യം അതാണ്. മന്ത്രിയാണോ മന്ത്രിയാണോ ക്ഷേത്രത്തിന്റെ ആരാധന? കേക്കെ ഞാൻ പറയുന്നത് അല്ല 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 നിങ്ങളതിൽ ബേജാറാകണ്ട. ഞാൻ പറഞ്ഞതിന്റെ യുക്തിയാണ്. അങ്ങനെ പറയുമെന്ന് അല്ലേ ഞാൻ പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെയും കൂടി ചെയ്യും എന്ന് ഈ നാട്ടിലെ ഭക്തജനങ്ങൾക്ക് ഒരു ഭയാശങ്ക ഉണ്ടായാൽ അതിന് തെറ്റ് അല്ല അല്ലല്ല 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 ഞാൻ അല്ല ഞാൻ അല്ല അല്ല ഞാൻ പറഞ്ഞത് എന്റെ ഭയാശങ്കയാണ്. അത് പറയാൻ പറ്റും. ആ അതൊന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. അത് നോക്കിയിട്ടൊന്നല്ല അത് പറഞ്ഞത്. ഇതൊരു അല്ല, ഇതിലൊരു ചോദ്യം ചോദിച്ചല്ലോ. ഞങ്ങളിപ്പോ ആ പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് ഞങ്ങളുടെ ഞാൻ പാർട്ടിന്റെ ഒരു തീരുമാനം, പാർട്ടിന്റെ ഒരു അഭ്യർത്ഥന എന്നാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കണ്ടോളൂ. പിണറായി വിജയൻജി അവിടെ പോവാണെങ്കിൽ മാപ്പ് ചോദിക്കണം, കേസ് പിൻവലിക്കണം. ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അതൊരു സങ്കടമായിരിക്കും. അതിന് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. അവിടെ പോയി ആ ഹിപ്പോക്രസി, ഇരട്ടത്താപ്പ് ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി ഞാൻ ഇന്ന് പറയുന്നു, 4 ദിവസം മുമ്പേ പറഞ്ഞു, ഇനിയും പറഞ്ഞു. അവിടെ പോയിട്ട് ഇത് നാടകമാക്കാൻ പാടില്ല. അയ്യപ്പൻ ഭക്തന്മാരെ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ പോൺ ആക്കരുത് എന്നാണ് ഞാൻ കൃത്യമായി പറയുന്നത്. അത് ചെയ്യാൻ പാടില്ല. അവിടെ പോവാണെങ്കിൽ പോയിക്കോട്ടെ, നോ പ്രോബ്ലം. എല്ലാവർക്കും ഒരു അവകാശമുണ്ട്. അമ്പലത്തിൽ കയറുകയാണെങ്കിൽ കയറിക്കോട്ടെ. പക്ഷേ മാപ്പ് ചോദിക്കണം. പിന്നെ ഈ കേസ് ഫയൽ ചെയ്തതല്ല പിൻവലിക്കണം. അതൊരു മിനിമം. അത് പിന്നെ പിണറായി വിജയൻ ചെയ്യണം. പിന്നെ അവിടെ വരുന്ന DMK
ദേവസ്വം മിനിസ്റ്റർ ആരാണെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹം അവിടെ വന്ന് മാപ്പ് ചോദിക്കണം, അല്ലെങ്കിൽ പിന്നെ ഭക്തന്മാരെ അപമാനിക്കരുത് എന്നാണ് ഞങ്ങളുടെ ഒരു കൃത്യമായ ഡിമാൻഡും അഭ്യർത്ഥനയും. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഇതിന്റെ ഡിറ്റർമിനേഷൻ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോ വെറുതെ എനിക്ക് പണിയില്ലാണ്ട പോസ്റ്റ് അല്ല ചെയ്യുന്നത്. ഞങ്ങളെല്ലാം വിചാരിച്ച് ചിന്തിച്ച് ഞങ്ങൾ ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇതെല്ലാം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കുറച്ച് കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, അതിന്റെ പിന്നിൽ എന്താണ് ഞങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സ് അതൊന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ. അതിന് ഞങ്ങളുടെ ഇതിനെക്കുറിച്ച് ഡിറ്റർമിനേഷൻ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് ഞാൻ കൃത്യമായി അവിടെ പറഞ്ഞു. അത് ഇന്നും ഞാൻ പറഞ്ഞു. ഓ, പങ്കെടുക്കും. അപ്പൊ പക്ഷേ ഞാനവിടെ മാഫ് ചോദിക്കാൻ എനിക്ക് ഒരു കോസ്റ്റ് ഇല്ലല്ലോ. ഇല്ലല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. അവര് പോകുമ്പോഴല്ലേ മാപ്പ് ചോദിക്കേണ്ടത്. ഞാനവിടെ പോകും. അവരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയും എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്. അയ്യോ, ഞാൻ എല്ലാ കൊല്ലവും ശബരിമല പോകുന്ന എനിക്കൊരു വലിയൊരു ഈ മതേതരവാദി എന്നൊന്നും വെറുതെ നിങ്ങൾ ഈ CPM-ന്റെ ഓരോരോ പ്രോപ്പഗാൻഡ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൊണ്ടുവരല്ലേ. മതേതരവാദി ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, അങ്ങനെ വലിയൊരു മതേതരവാദിയാണെങ്കിൽ പിന്നെ ഒരു മുസ്ലിമിന്റെ എതിരെ സംസാരിക്കുന്ന ഒരു പൊളിറ്റീഷ്യനെ കൊണ്ടുവരട്ടെ, ഒരു മുസ്ലിം പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ ധൈര്യം കാണിക്കട്ടെ പിണറായി വിജയൻജി. അങ്ങനെ വലിയൊരു ധൈര്യം ഉണ്ടെങ്കിൽ അല്ല, ഹിന്ദു വിശ്വാസികളുടെ എതിരെ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് അത് മതേതരം ഞങ്ങൾ അങ്ങനെ അല്ല. അങ്ങനെ രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് മനസ്സിലാവുന്നില്ലെങ്കിൽ അങ്ങനെ പറയണം. അങ്ങനെ ഞങ്ങൾ പറയുന്നു. ഇങ്ങനെ നോക്കൂ, ഒരു സ്ട്രെയിറ്റ് ലൈൻ പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ ഒരു ട്വിസ്റ്റഡ് വഴി പറയണം. ഞാനൊരു കൃത്യമായി അത് നിങ്ങൾ എനിക്ക് താല്പര്യമില്ല. അല്ല, മനസ്സിലാവുന്നില്ല. അല്ലല്ല, നിങ്ങൾ പറഞ്ഞ മനസ്സിലാകാത്ത ഞാൻ പറഞ്ഞത് വിശ്വാസിന്റെ എതിരെ സംസാരിക്കുന്ന ആൾക്കാരെ ചീഫ് ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ അത് വിശ്വാസിന്റെ എതിരെ ഒരു അപമാനമല്ല, അവര് ഇൻസൾട്ട് ആവുന്നില്ലേ. അത് നിങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അങ്ങനെ ചെയ്യില്ലല്ലോ. അങ്ങനെ ചെയ്യില്ല. അവിടെ ചെയ്യില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ചെയ്യുന്നത്? അതാണ് എന്റെ ചോദ്യം. എന്താണ് ഹിന്ദു സമുദായത്തിന് മാത്രം അല്ല, സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിൻ ഹിന്ദുവിന്റെ എതിരെ സംസാരിച്ചിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് അവരെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നത്? ഈ നാട്ടില് ഈ രാജ്യത്തിൽ 10,000 ആൾക്കാരില്ലേ വിളിക്കാൻ? എന്തിനാണ് സ്റ്റാലിൻ ഉദയനിധി സ്റ്റാലിനെ വിളിക്കുന്നത്? എന്താണ് ചന്ദ്രബാബു നായിഡുവിനെ വിളിക്കാത്തത്? അല്ല തെലങ്കാനയിലെ മുഖ്യമന്ത്രി എന്താ വിളിക്കാത്തത്? അല്ല, DMK-ന്റെ ശത്രു എന്നല്ല, CMK-ന്റെ ശത്രു. ഇത് എന്ത് ലോജിക്കാണ്? അത് മുറസോളി മാറനായിരുന്നില്ലേ? അത് സ്റ്റാലിൻ ആയിരുന്നോ? സ്റ്റാലിനല്ലേ ഇപ്പൊ DMK-ന്റെ പ്രസിഡന്റ്? സ്റ്റാലിന്റെ മകനല്ലേ ഇത് പറഞ്ഞത്? ഇത് ഓക്കെ, ശരി. നമ്മൾ അങ്ങനെ ആർഗ്യുമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ തീരുമാനിച്ചോളൂ. അതിനെക്കുറിച്ച് ഞാൻ ഒരു ബോംബ്, അത് രാഹുൽ ഗാന്ധിന്റെ ആറ്റം ബോംബും VD സതീശന്റെ ബോംബും നമ്മളെല്ലാം ഒരു ലെവലിൽ കണ്ടാൽ മതി. അത് പടക്കമല്ല, ഒരു ഡാം സ്ക്വിബ്, ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു സ്ട്രാറ്റജി. ഓക്കെ, ചെയ്യട്ടെ. അതിനെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഇന്നലെ സംസാരിച്ചു. അതാണ് അതിന്റെ ലാസ്റ്റ് വേർഡ്. നമസ്കാരം. അതിനെക്കുറിച്ച് സംസാരിച്ചു.